feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side. Down every road I find, I'd walk with you in darkest nights. Leave everything I know behind. Do anything to be by your side. Always be by your side. അവിടുത്തെ ആലയത്തിലേക്ക് അറിയുമ്പോൾ വഴിയാത്രയിൽ സംഖ്യാത്രനായി കൂടിയിരിക്കുന്നത് അതിനുള്ള നിങ്ങളുടെ ദൈവകൃപ അവിടുത്തെ വ്യാപരിക്കണമെന്നോ ഏറ്റവും അനുഗ്രഹമായ ദിവസമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്നോ എല്ലാ ക്രമീകരണങ്ങളും ദൈവസ്ഥാനങ്ങളിൽ ദൈവകൃപയോട് കൂടിയിരിക്കണം. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏവരും ഭാഗ്യവാൻ. നിങ്ങളുടെ കൈകളുടെ അധ്വാനത്തിൽ നീ ഭാഗ്യവാൻ. നിനക്ക് നന്ദി വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരികൊണ്ട് കൂടി നിന്റെ മക്കൾ നിന്റെ വേസ്റ്റ് ഒരു ദൈവം പോലെ യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യഹോവ നിന്നെ അനുഗ്രഹിക്കും. രാജകാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയാണ്. നിന്റെ മക്കളെ നീ കാണും. ഇസ്രായേലിന്റെ സമാധാനമുണ്ടാകട്ടെ. ജീവന്റെയും സ്നേഹത്തിന്റെയും ദാതാവായ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയുമായ കർത്താവ്, സ്നേഹത്തിനെ കൂട്ടിച്ചേർക്കുന്നവർക്ക് അതിന്റെ അനുഗ്രഹത്തെ അയക്കണം. അവർക്ക് ഒരു ഭവനത്തെ ചതിൽ വെളിച്ചത്തിന്റെയും സ്നേഹത്തിന്റെയും ആസ്ത്രമാക്കണമേ. നമ്മളും സത്യമായതിൽ അവിടെ വർദ്ധിച്ചു വളരുമാറാക്കണം. ദൈവഭക്തിക്കെടുത്ത് ഒരുമിക്കും ഐക്യതയ്ക്കും തടസ്സമായിരിക്കുന്ന സകലത്തെ അവിടെ നിന്ന് അറിയിക്കണമേ. അതിന് പുതിയതും മാതിരിയുള്ളതും പരിശുദ്ധമായ സ്വാധീന ശക്തിയുടെ കേന്ദ്രമാക്കി തീർക്കണമേ. ജീവിതത്തിന് ആവശ്യമായ ജ്ഞാനവും അവരുടെ കാര്യാധികം നടത്തുന്ന വിവേകം നൽകണം. അവരോടുകൂടി മനസ്സിലാക്കുകയാറാകണം. അവരെയും അവർക്കുള്ളവരെ അനുഗ്രഹിക്കണം. എന്റെ രാജ്യം അവകാശമാക്കുവാൻ അവർക്ക് ഇടയാക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും നിന്റെ അർപ്പിച്ച് നടത്തി നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തിയാക്കണം. ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒരു നിമിഷം
ആയിരിക്കും എല്ലാവർക്കും മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും മംഗളകരമായ രീതിയിൽ നടക്കുക. ഒരു നിമിഷം അവർക്ക് വേണ്ടി നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. അവിടുന്ന് ഏതിനിൽ ആശീർവദിച്ച കുടുംബ ജീവിതത്തിന്റെ നന്മ ഇന്നും മനുഷ്യവർഗത്തിന് നൽകി വഴി നടത്തുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ദിവ്യ ആരാധനയിൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന മക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷകരെ അവരുടെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകല നന്മകളാലും അവിടുന്ന് വഴി നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Showers of blessing, preciously warming again, over the hills and the valleys, sun of abundance of rain, showers
but for the showers we plead. May sinners thunders are falling, but for the showers we plead. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വെടിപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. ക്രൈസ്തവ ദമ്പതിമ തമ്മിൽ ചേരുന്നേരം വിശുദ്ധനാം ത്രിയേകൻ താൻ കൃപ ചൊരിയും. വിശുദ്ധാത്മാവേ വന്നു ആശീർവദിക്കാം നീ. സ്വർഗ്ഗമണവാളനു മണവാട്ടിയെ പോ. പ്രിയമുള്ളവരെ, ഈ പുരുഷനെയും സ്ത്രീയെയും വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച് ചേർപ്പാനായി നാം ഇവിടെ ദൈവസന്നിധിയിലും ഈ സഭായോഗത്തിൻ്റെ മുമ്പാകെയും കൂടിയിരിക്കുന്നു. വിവാഹം മാനമുള്ള അവസ്ഥയും മനുഷ്യൻ വണക്കത്തോടും വിവേകത്തോടും സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ അതിൽ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത്, ദൈവഹിതപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെക്കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും. രണ്ടാമത്, ദൈവത്താൽ നൽകപ്പെട്ട പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായി നേർപാതയിൽ നടത്തപ്പെടേണ്ടതിനും ഈ വിശുദ്ധാവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും. മൂന്നാമത്, ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിശുദ്ധ വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധാവസ്ഥയിലേക്ക് ഇവർ ഇരുവരും ചേർക്കപ്പെടുവാനായി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിപ്പാൻ ആർക്കെങ്കിലും കഴിയുന്നതായാൽ അതിനെ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. മെർവിൻ ട്രീസ, നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ച് ചേർന്നുകൂടാത്ത യാതൊരു വിരോധവുമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളിലെയും രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ഭയങ്കരമായുള്ള വിധി നാളിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടുന്നവരാകൊണ്ട് ഇപ്പോൾ അതിനെ അറിയിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. എന്തെന്നാൽ ദൈവവചനപ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ അത്രയും ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ലെന്നും അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞുകൊള്ളുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, നിന്റെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. ഈ നിന്റെ ദാസരെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പ്രകാരം ഇവർ ഈ വിവാഹ ഉടമ്പടിയിൽ നിന്റെ ദൃഷ്ടിയിൽ എന്ന പോലെ പ്രവേശിപ്പാനും തങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകളെ സത്യമായി പാലിപ്പാനും നിന്റെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർപ്പാനായി നീ ഈ സ്ത്രീയെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുമോ? നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും മറ്റെല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും
ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. റീസ, വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർപ്പാനായി നീ ഈ പുരുഷനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ അനുസരിച്ച് ശുശ്രൂഷിച്ച് സ്നേഹിച്ച് മാനിച്ച് ദീനത്തിലും സുഖത്തിലും ഇവനെ സംരക്ഷിക്കുകയും മറ്റെല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. ഇന്നു മുതൽ ഇനി മേലാൽ നന്മയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം രക്ഷിപ്പാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ട്രീസിയാകുന്ന ഞാൻ മെറവിനാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനി മേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു. കരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന മോതിരങ്ങളെയും താലിയെയും മന്ത്രകോടിയെയും വാഴ്ത്തണമേ. ഇവയെ നൽകുന്ന നിന്റെ മകനും ധരിക്കുന്ന എൻ്റെ മകളും ദിവ്യാസമാധാനത്തിലും അന്യോന്യം വിശ്വസ്തയിലും എന്നേക്കും വസിക്കേണ്ടതിനും തിരുകൃപയിൽ നിലനിൽക്കേണ്ടതിനും അറ്റുപോകാത്ത അങ്ങയുടെ സ്നേഹത്തിൽ ദിനംതോറും ജീവിച്ചു വളരേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപയരുളേണമേ. ഈ മോതിരം കൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് നിന്നെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഞാൻ ഈ മോതിരത്തെ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പരനേശുവേ കരുണ നീതിൽ വരമിതുക ദമ്പതികൾ അരുളേണമേ കൃപയെ ദിനം പ്രതി മാറിപ്പോൾ ദൈവജാത അരുളേണമേ കൃപയെ ദിനം പ്രതി മാറിപ്പോൾ ദൈവജാത ഏതൻ കാവിലാദം ഹവ്വായെ വാഴ്ത്തിയ ദൈവമേ ഈ സമയം ഈ ദമ്പതികളിൻ കൈകളെ തമ്മിൽ ചേർത്തു വാഴ്ത്തിടണമേ. ഈ ദമ്പതികളിൻ കൈകളെ തമ്മിൽ ചേർത്തു വാഴ്ത്തിടണമേ. സകല മനുഷ്യജാതിയെയും സൃഷ്ടി പരിപാലിക്കുന്നതിനും ആത്മീയ കൃപയെ ഓർക്കുകയൊക്കെയും നൽകുന്നവനും നിത്യജീവൻ്റെ കരുണനുമായ നിത്യദൈവമേ, ഞങ്ങൾ നാമത്തിൽ അനുഗ്രഹിക്കുന്ന നിൻ്റെ ദാസരായ ഈ പുരുഷൻ്റെ മേലും ഈ സ്ത്രീയുടെ മേലും നിൻ്റെ അനുഗ്രഹത്തെ അയക്കണമേ. ഇസഹാക്ക് റിബേക്കയും തമ്മിൽ വിശ്വസ്തയോട് ഒരുമിച്ച് വസിച്ചതുപോലെ തന്നെ ഈ മോതിരത്തെ അടയാളമായിട്ടും സാക്ഷ്യമായിട്ട് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്ത പ്രകാരം തങ്ങൾ തമ്മിൽ ചെയ്ത പ്രതിജ്ഞയും ഉടമ്പടിയെയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി എപ്പോഴും ഒരുമിച്ച് പാർത്ത് നിന്റെ കൽപ്പന പ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ.
ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. മാനന്തവാടി അമ്പകുത്തി പനക്കൽ ഹൗസ് ശ്രീ ദാസിൻ്റെയും ശ്രീമതി മെർലിൻ ദാസിൻ്റെയും മകൻ മെർവിൻ ദാസും, പാലക്കാട് ഒലവക്കോട് നെടുമലയിൽ ഹൗസ് ശ്രീ NS സാമുവലിൻ്റെയും ശ്രീമതി സിനീനാമ്മയുടെ മകൾ ട്രിസ സാമുവലും ഈ വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിച്ച് ആയതിന് ദൈവത്തിൻ്റെയും ഈ സഭയുടെയും മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അതിനായിട്ട് തമ്മിൽ വാഗ്ദത്തം ചെയ്തതിന് ശേഷം ചെയ്ത് മോതിരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തതിനാലും താലി കെട്ടിയതിനാലും കൈപിടുത്തത്താലും അതിനെ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചും ഇവർ ഭർത്താവും ഭാര്യമായിരിക്കുമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോട് നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ സീയോനിൽ നിന്നു നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. ഇസ്രായേലിന്റെ സമാധാനമുണ്ടാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 13 വരെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ വചനം കൊണ്ട് നിങ്ങൾ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പുതിയ കുടുംബമായിട്ട് തീർന്ന ഡോക്ടർ മെൽവിന് വേണ്ടിയും ട്രിസയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഒരു പുതിയ കുടുംബം രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട മെർവിനും ട്രിസയ്ക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും ഒക്കെയുള്ള നല്ലൊരു കുടുംബജീവിതം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിന് പ്രസക്തിയില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരു ദൈവപ്രസംഗം എന്ന് പറയുന്ന, ദൈവവചന പ്രബോധനം എന്ന് പറയുന്ന ഒരു ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ചരിത്രത്തിലെ പണ്ഡിതരായിട്ടുള്ള ആളുകൾ, ഒരു ജോസിഫസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയത്, വിവാഹം മോചിതരാകുവാൻ നിങ്ങൾ വിവാഹം കഴിക്കുന്നു
ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയൊരു ചരിത്ര പുസ്തകത്തിൻ്റെ വേടുകളാണ്. എവിടെയും നോക്കിയാൽ അത് വ്യക്തികൾ, ലേമനല്ല, അച്ഛന്മാരുടെ കുടുംബം, ഉപദേശിമാരുടെ കുടുംബം, കമ്മിറ്റിക്കാരുടെ കുടുംബം, ഏത് കുടുംബത്തിൽ നോക്കിയാലും അസ്വസ്ഥത നിറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ പെണ്ണ് കെട്ടുന്നത്? ചെക്കന്മാരോട് ചോദിക്കും, എന്തിനാണ് പെണ്ണ് കെട്ടുന്നത്? അപ്പോൾ ചില ആളുകൾ പറയും, അച്ഛാ വീട്ടുകാർ പറഞ്ഞു പ്രായമായി, അതുകൊണ്ട് ഇനി പെണ്ണ് കെട്ടാം എന്ന. ചില ആളുകൾ പറഞ്ഞു, ചില മാതാപിതാക്കൾ നിങ്ങളെ മകനെ കൊണ്ട് എന്തിനാ പെണ്ണ് കെട്ടിക്കുന്നത് ചോദിച്ചു, ഇവൻ പറഞ്ഞാൽ കേൾക്കില്ല അച്ഛാ, ഇവനൊരു പെണ്ണ് വന്ന് കയറിയാൽ ശരിയാകും, അതുകൊണ്ടാണ് ഇവനെ പെണ്ണ് കെട്ടിക്കുന്നത്. ചില ആൾക്കാർ പറയും, കുറച്ച് കടമൊക്കെ ഉണ്ട് അച്ഛാ, അതൊക്കെ ഒന്ന് ശരിയാകാൻ ഒരു പെണ്ണുകെട്ട് ഒരിക്കലും ശരിയാവില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകില്ല. ഇതുവരെയും മെർവിൻ ഒറ്റയ്ക്കാണ്. മെർവിൻ നോട്ട് കംപ്ലീറ്റഡ്. മെർവിൻ പൂർത്തിയായിട്ടില്ല. ദൈവത്തിൻ്റെ ചിന്താഗതിയിൽ മെർവിൻ പൂർത്തിയായിട്ടില്ല. മെർവിൻ്റെ ഒരു വാരിയിൽ കാണാനില്ലായിരുന്നു. അതിങ്ങനെ അന്വേഷിച്ച് നടന്ന് എന്തു ചെയ്തു? ഒലവക്കോട് പള്ളിയിലാണ് ഇതിൻ്റെ പീസ് കിട്ടിയത്. അത് മെർവിനോട് തിരികെ ചേരുമ്പോഴാണ് മെർവിൻ കംപ്ലീറ്റ് ആയത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതൊരു കംപ്ലീറ്റ്, ഒരു പൂർത്തീകരണമാണ് ഇന്ന്. അതുകൊണ്ട് ഇപ്പോഴാണ് ഇവർ ചേർന്നത്, ഇപ്പോഴാണ് ഇവർ കംപ്ലീറ്റ് ആയത്. മെർവിൻ ഇതുവരെയും പകുതിയാണ്, അല്ലേ? ഞാൻ ആരോടെങ്കിലും പെണ്ണ് കെട്ടിയ ആൾക്കാരൊക്കെ അച്ഛന്മാരോടോ ആൾക്കാരോട് ചോദിക്കുക, പകുതി എന്തേ എന്ന് ചോദിക്കുക. ഇപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു, പകുതി എന്തെന്ന്? പകുതി വന്നില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ നമ്മളത് ഒരുമിച്ച് ചേർന്ന, അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് സ്വർഗം പണിയാൻ പറ്റുന്ന കുടുംബം കൊണ്ടാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് സ്വർഗം പണിയാൻ പറ്റും, കുടുംബത്തിൽ പണിയുക. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ നരകം സൃഷ്ടിക്കാൻ പറ്റും, കുടുംബത്തിൽ അസ്വസ്ഥത വന്നാൽ മതി. അതുകൊണ്ടാണ് ഈ ചില ആളുകൾക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ല, നരകാണ്. ചില ആളുകൾ കണ്ടില്ലേ, വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷവും എന്തടിച്ചു പോലെ, വീട്ടിൽ വരുമ്പോഴത്തേനും മുഖമൊക്കെ ചീർത്ത് അല്ലേ, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അതിൻ്റെ ചുവട്ടിൽ ഒരാളിങ്ങനെ പുല്ലൊക്കെ പറിച്ച് മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരയാണ്. അപ്പോൾ അതിലൂടെ നടന്നു വരുന്ന ആൾ ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ ഒരാൾ ഈ പോസ്റ്റിൻ്റെ കീഴിൽ ഇങ്ങനെ പുല്ല് പറിക്കുക. അപ്പോൾ ഈ നടന്നു വരുന്ന ആൾ ചോദിച്ചു, എന്താ ഇവിടെ തിരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ തിരയുന്ന ആൾ പറഞ്ഞു, എൻ്റെ ഒരു സാധനം ഈ ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കളഞ്ഞു പോയിട്ടുണ്ടോ? അത് ഞാനും കൂടി തരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി കുറേ നേരം പുല്ലൊക്കെ പറിച്ചു, ഒക്കെ നോക്കി, കാണുന്നില്ല. അപ്പോൾ തിരയാൻ കൂടിയ ആൾ ചോദിച്ചു, അല്ല സുഹൃത്തെ, ഇവിടെ തന്നെയാണോ പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു, അല്ല, എൻ്റെ വീട്ടിലാണ് പോയത്. അപ്പോൾ നടന്നു വന്ന ആൾ ചോദിച്ചു, വീട്ടിൽ പോയിട്ട് ഇവിടെയാണോ തിരയുന്നത് എന്ന് ചോദിച്ചു. അപ്പം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു, ഇവിടെ കുറച്ച് വെളിച്ചമുള്ളൂ. ദൈവമക്കളെ, നിങ്ങൾക്ക് ഓസ്കർ അവാർഡ് നേടാൻ കഴിയാത്ത, ആർക്കും ചരിത്ര പണ്ഡിതന്മാർക്ക് സാധിക്കാത്ത ഏറ്റവും വലിയൊരു ചലഞ്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു കുടുംബമായി തീരുക. ഇന്ന മതമോ ഇന്ന വിശ്വാസമോ ഇന്ന ജാതിയൊന്നുമില്ല. എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. അച്ഛൻ പേടിപ്പിക്കല്ല കേട്ടോ, അങ്ങനെ കരുതരുത്. അച്ഛൻ ഇപ്പം തന്നെ ഞങ്ങളെ പേടിപ്പിച്ച റിയലാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് കരുതിയും പോവുക. വേദപുസ്തകത്തിലെ ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എഫെസ്യ സഭയ്ക്ക് എഴുതിയ എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ്. ആ ലേഖനം എന്ന് പറയുന്നത്, ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ
പൗലോസ് കുടുംബജീവിതത്തെപ്പറ്റി, ഭാര്യയെപ്പറ്റി, ഭർത്താവിനെ പറ്റി, മക്കളെ പറ്റിയൊക്കെ കൃത്യം ആയി അടുക്കും ചിട്ടയോടും കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഭർത്താക്കന്മാരോട് ആദ്യം ഭർത്താവിനോട് പറയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കണം. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? ജീവൻ നൽകിയാണ് സ്നേഹിച്ചത്. സഭ എന്ന് പറയുന്ന മണവാട്ടിക്ക് കുറവുണ്ട്, തെറ്റുണ്ട്, വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തുവാകുന്ന തലയിൽ അല്ലേ, തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ, സഭ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ടതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവിൻ. ഇന്ന് കീഴ്പ്പെടാൻ ആർക്കും കഴിയില്ല അല്ലേ? കല്യാണം കഴിഞ്ഞ് 2 ദിവസം, 1 വർഷം ഭർത്താവ് പറയണ ഭാര്യ കേൾക്കും, 2ാമത്തെ വർഷം ഭർത്താവ് പറയണ ഭാര്യ കേൾക്കും, 3ാമത്തെ വർഷം ഇവർ 2 പേരും പറയണ നാട്ടുകാരും കേൾക്കും. ഇപ്പം കല്യാണം കഴിയുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റില്ല. എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുക, കരുതിക്കൊണ്ടിരിക്കുക. സ്നേഹിക്കണം, മരണം വരെ സ്നേഹിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്ക് എൻ്റെ ഭാര്യയോടും എൻ്റെ മോനോടും കൂടി കഴിയുമ്പോഴാണ്. എൻ്റെ മോനോടും എൻ്റെ ഭാര്യയോടും കൂടി കഴിയുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഞാനിപ്പോൾ വിളിച്ചുള്ളൂ, എൻ്റെ വൈഫ് ഒരു ഓപ്പറേഷന് വിധേയമാകുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പരിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് കയറുകയാണ്, നീ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിൽ ഞാൻ സ്നേഹിക്കും, ഞാൻ സന്തോഷിക്കുന്ന എൻ്റെ കുടുംബത്തിലാണ്. ഇന്ന് കുടുംബം അന്ധകാരമായിട്ട് പോകും. അതുകൊണ്ട് ദൈവമക്കളെ, ഇവിടെ പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ മെർവിൻ ട്രീസയെ സ്നേഹിപ്പിൻ. ട്രീസ ക്രിസ്തുവിനെ സഭ കീഴടങ്ങിയതുപോലെ സ്നേഹിച്ചും പറയുന്നത് കേട്ടും കീഴടങ്ങുവിൻ. ഞങ്ങൾക്ക് ലഭിച്ച കുടുംബജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഉപജീവന മാർഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നന്മകളും അനുഗ്രഹങ്ങളും നൽകണം. വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പാർക്കുമോർ കർത്താവേ, നിന്റെ ദാസനെയും ദാസിയെയും രക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവ് ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിന്റെ ഈ ദാസരായ മെർവിനെയും ട്രീസയെയും അനുഗ്രഹിച്ച് നിന്റെ വിശുദ്ധ വചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി നിവർത്തിക്കേണ്ടതിനെ ഇവരുടെ മേൽ നിന്റെ അനുഗ്രഹത്തെ അയക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യവർഗം വർദ്ധിക്കുന്നത് നിന്റെ കൃപയുള്ള ദാനം കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ഇവരിരുവരും സന്താന ഭാഗ്യമുള്ളവരായി ഞങ്ങളുടെ പൈതങ്ങൾ നിനക്ക് സ്തുതിക്കും ബഹുമാനത്തിനായിട്ട് ക്രിസ്തീയ ഭക്തിയോടും സുഹൃതത്തോടും വാഴ്ത്തപ്പെട്ട് കാണുവാൻ തക്കവണ്ണം ഇവർ ദൈവഭക്തിക്കെടുത്ത സ്നേഹത്തോടും നല്ല നടപ്പോടും ദീർഘകാലം ഒരുമിച്ച് വസിപ്പാനായിട്ട് ഇവർക്ക് നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിവാഹം കൊണ്ടൊന്നാക്കിയവരെ വേർപിരിക്കുന്ന ഒരു നാൾ ന്യായമല്ലെന്ന് ഉപദേശിച്ചതേമേ. മശിഹായ്ക്ക് അവൻ്റെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീയ വിവാഹത്തെയും ഒരുമയെ സ്പഷ്ടമായി കാണിക്കുന്ന അടയാളമായി വിവാഹത്തിൻ്റെ അവസ്ഥയെ ശ്രേഷ്ഠതയിലമർമ്മമായിരിക്കാൻ ശുദ്ധീകരിച്ചതേമേ. മശിഹ തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ച് അതിനെ തൻ്റെ സ്വന്തം ശരീരം പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന പ്രകാരം ഈ പുരുഷനെയും നിന്റെ വചനപ്രകാരം തൻ്റെ ഭാര്യയെ സ്നേഹിപ്പാനായിട്ട് ഈ സ്ത്രീയെയും തൻ്റെ ഭർത്താവിനെ സ്നേഹവും പ്രിയവും വിശ്വസ്തയും അനുസരണമുള്ളവളായും വിശുദ്ധിയും ദൈവഭക്തിയുമുള്ള സ്ത്രീകളെ സകല ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിനും
പിന്തുടരുന്നവനായും ഇരുപ്പാനായിട്ട് നിന്റെ ഈ ദാസരെ കടാക്ഷിക്കണമേ. കർത്താവേ, ഇവരിവരെയും അനുഗ്രഹിച്ച് ഇവർ നിന്റെ നിത്യരാജ അനുഭവിപ്പാനായിട്ട് ഞങ്ങൾ കർത്താവായി യേശു മൂലം കൃപ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ സർവശക്തിയുള്ള ദൈവം, നിങ്ങളവനെ ശരീരത്തിലും ആത്മാവിലും പ്രസാദിപ്പിക്കേണ്ടതിനും ജീവപര്യന്തം വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ച് വസിക്കേണ്ടതിനും തൻ്റെ കൃപാദനത്തെ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ രക്ഷകാ, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ, എന്നുള്ളത്തിൽ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. മംഗളമേഘണേ കാരുണ്യവാരിധി ദമ്പതികൾക്കിന്നു നവവരനാം മെർവിനെയോ നവവധുവാം ത്രിസയെയോ കാത്തിടണം എന്നും നിൻ കൃപയിൽ നാൾ തോറും. നൽകണേ നിന്നുടെ ദാനങ്ങൾ എന്നുമേ ദമ്പതികൾക്കു നിദാനമായി നൽകണേ കാരുണയോടെന്നും. നൽകണേ നിന്നുടെ ദാനങ്ങൾ എന്നുമേ ദമ്പതികൾക്കു നിദാനമായി നൽകണേ കാരുണയോടെന്നും. മംഗളമേഘണേ കാരുണ്യവാരിധി ദമ്പതികൾക്കിന്നു. ക്രിസ്തു മഹാഗുരു സ്നേഹസമ്പൂർണ്ണനെ കാരുണ്യദാതാവേ. ക്രിസ്തു മഹാഗുരു സ്നേഹസമ്പൂർണ്ണനെ കാരുണ്യദാതാവേ. കാനാവിൽ കല്യാണ നാളതിൽ നിൻ സാന്നിധ്യം നൽകിയ നാഥ ക്രിസ്തു അനുഗ്രഹത്തെ നൽകുക ഈ വധൂവരന്മാർക്ക്. സന്തോഷമേഘണേ സംതൃപ്തിയോടെന്നും നീണാൾ നിൻ കാവലിൽ രമ്യമാം ജീവിതം പാലിച്ചിടുവാനാ. Yeah, the world can bring us down, but I still believe somehow it's all gonna be alright. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus. Oh, we'll have a few fights, Who's wrong and who's right, but I want you to know, at the end of the day, I'm always here to say, no, you'll never be alone. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees,
there's nothing between us. ഒരു കുടുംബ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ദൈവത്തിന്റെ ആലോചിച്ചെല്ലാം ജീവിതത്തിൽ തുടർന്ന് കാത്തു സൂക്ഷിക്കുവാൻ അവരെ സഹായിക്കണമേ. വിവാഹം എന്ന അവസ്ഥയുടെ കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുക ദൈവത്തോടെ ദൈവകാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ വിളിച്ചു ചേർന്നത് എന്നത് ഈ സുഖത്തിൽ പകരുന്ന എല്ലാവരെയും ഞാൻ ദൈവകാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മനുഷ്യരുടെ ദൈവത്തെ കാണിക്കുക. യേശു ഞങ്ങളുടെ പ്രാർത്ഥനകൾ You, me, and Jesus. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. Oh, and when it's time to say goodbye, we'll rest in our foundation. വിരുന്നുകാരായിട്ട് ഞങ്ങളെയും ആ ദിനത്തിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളുന്ന ദൈവമേ, ഞങ്ങൾക്കൊരുക്കിയ ആഹാരത്തിനായിട്ട് ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്ത് അനുഗ്രഹത്തോടെ വളരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സകലമായ മഹത്വമെടുക്കണം സർവ്വേശ്വര കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. Wise men say only fools rush in, but I can't help falling in love with you. Shall I stay? Would it be a sin if I can't help falling in love with you? Like a river flows surely to the sea, darling, so it goes. Some things are meant to be. Take my hand and
take my whole life too, for I can't help falling in love with you. Oh, for I can't help. Dawnland pressed against your railing, body dressed against the cold. Taunted by the ghost of autumn, solid blanket in the snow. Let me feel it all. Further down the shoreline, heartbeats swaying with the tide. Squander all that's left of daylight. Your eyes staring into mine. Feel it all. Feel it all I ever wanted. Skin against my own skin, blanket in the snow. Further down the shore.
Oh, let me feel it all. Oh, heading out on our own with our hope in the clouds, and we're starting to see that we're onto something. Feel it coming, we'll keep running, nothing in our way, and we got no reason to wait. Let the journey take you where it wants to. We'll continue to find our way through anything we face. We got what it takes. Here we go. All we need is an open road and a chance to see a never-ending world that's beautiful. Here we go, with the sunlight on our skin. It's a brand new day, it's ours to take, and we will let it in. This is where the adventure begins. Every step, writing stories that seek to be read, taking hold of the moment as we discover every color filled with wonder. Now we finally see we got everything we need. Here we go. All we need is an open road and a chance to see a never-ending world that's beautiful. Here we go, with the sunlight on our skin. It's a brand new day, it's ours to take, and we will let it in. This is where the adventure begins. Here we go. Here we go. Heading out on our own with our hope in the clouds. We're starting to see that we're onto something. Feel it coming now. ദൈവമേ, ഞങ്ങളെ ഇന്നവരെയും അത്ഭുതം അതിശയം വന്ന എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ആവശ്യത സൂക്ഷിച്ചങ്ങളായി നന്ദി പറയുന്നു. എൻ്റെ ദൈവമായ കർത്താവ് യേശുനാഥ, എൻ്റെ മോളുടെ വിവാഹ നിമിത്തം എൻ്റെ ദൈവമായ കർത്താവ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കർത്താവ് ഏറെകൾക്കും കടന്നു വരുവാൻ ദൈവം നൽകി തന്ന ഭാഗ്യമായ ആയുസ്സും ആരോഗ്യം അനുഗ്രഹത്തിനും കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി. സ്തുതി സ്തോത്രം മഹത്വം കയറ്റുന്നു. കർത്താവ് യേശുനാഥ, എൻ്റെ ദൈവമായ കർത്താവ്, ദൈവം കർത്താവ് യേശുനാഥയും അമ്മയും എൻ്റെ ദൈവമായി കർത്താവ് പിന്നെ സ്വന്തക്കാരെ സകലരെയും കർത്താവിൻ്റെ അശുദ്ധമാത സമർപ്പിച്ച് എൻ്റെ കർത്താവ് അവരെ ഇന്നവരെയും അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. മാതാ നന്ദി പറഞ്ഞു. ഞങ്ങൾ ഈ രണ്ട് കുടുംബക്കാരെയും അനുഗ്രഹിച്ച് വരുന്ന എൻ്റെ ദൈവമായ കർത്താവ്, എൻ്റെ ദൈവമായ കർത്താവ് അതിൻ്റെ കുടുംബങ്ങളെ എൻ്റെ ദൈവമായ കർത്താവ് കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ യാത്രയിൽ അവരുടെ ജോലിയിൽ അവരുടെ പ്രവർത്തന രംഗങ്ങളിൽ എൻ്റെ ദൈവമായ കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം അവരോട് എപ്പോഴും കൂടിയിരിക്കണമേ. എൻ്റെ കർത്താവ് ഒരു കർത്താവ് ദുഷ്ടനോ ശത്രുവോ സാധാരണ അതിൻ്റെ ഒന്നും ഉപദ്രവേൽക്കാതെ വണ്ണം എൻ്റെ ദൈവമായ കർത്താവ് കുഞ്ഞുങ്ങളെ കർത്താവ് യേശുവിനുള്ള അത്ഭുതമായ കർത്താവ് അവർക്ക് അനുഗ്രഹിച്ചുകൊള്ളുമാറാണമേ. ഞങ്ങൾ വാർത്തയുടെ കർത്താവ് രക്ഷിതാവുമായി
യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസവനായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം ഉണ്ടാവലും അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും നിങ്ങളോട് കൂടി ഇരിക്കുമാറാകണമേ. I know you're somewhere out there, somewhere far away. I want you back, I want you back. My neighbors think I'm crazy, but they don't understand. You're all I had, you're all I had. At night when the stars light up my room, I sit by myself